നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഞാൻ നെട്ടയത്താണ്. ഇന്നിപ്പോൾ അമ്മയുടെ കാലും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് കാല് കൊണ്ട് എവിടെയെങ്കിലും കാണിക്കണമെന്ന് തോന്നും, കൊണ്ട് കാണിക്കും, തിരിച്ചു വരും. ഒരു മരുന്നും ചെയ്യില്ല. അമ്മയുടെ പറഞ്ഞ് അതിന് ഫൈനൽ സ്റ്റേജാണ്, ഇനി സർജറി അല്ലാതെ വേറൊരു വഴിയില്ല, സർജറിക്ക് പോവാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അമ്മയെ കൊണ്ട് നടക്കുന്നത്. ഇന്നിപ്പോൾ വേറെ എവിടെ ഇഞ്ചക്കൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അമ്മ അച്ഛനും കൂടെ റെഡിയാവാണ് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അമ്മയെ കൊണ്ടുവന്ന് കാലൊക്കെ കാണിച്ചിട്ട് വരാം. ഞങ്ങൾ നേരെ പോയത് ഇഞ്ചക്കലുള്ള സ്പൈൻ വേദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കിലാണ് പോയത്. പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണമല്ലോ, ഞാനിവിടെ ജസ്റ്റ് ഏതാണ് ഹോസ്പിറ്റലെന്നോ കാര്യം ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയണമെന്ന് തോന്നി. കാരണം അമ്മയുടെ തേയ്മാനം കംപ്ലീറ്റ് തേഞ്ഞ് തീർന്നിരിക്കുകയാണ്. ഇതിലിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് സർജറിയെ ഒരു പരിഹാരമുള്ളൂ എന്ന് സ്പൈൻ വേദയിലെ ഡോക്ടർ പറഞ്ഞു കേട്ടോ. വേറെ എവിടെ പോയിരുന്നെങ്കിലും അവരെന്തെങ്കിലും ഒരു കുഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞാൽ, പക്ഷേ ഇവിടുത്തെ ഡോക്ടർ സർജറി മാത്രമേ ഇനി ഒരു ഫൈനൽ ഓപ്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു സത്യസന്ധത അതിലേക്ക് തോന്നി. അതുകൊണ്ടാണ് സ്പൈൻ വേദ ഞാൻ എടുത്ത് പറഞ്ഞതേ. പപ്പി നോക്കടാ, പപ്പി കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയ കാര്യം ഫ്ലോപ്പായി. എന്തായാലും സർജറി അല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് അവസാനമായി ഇന്ന് ആ ഡോക്ടർ പറഞ്ഞു. ആ ഡോക്ടറല്ല, പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവസാനം ഒരു പരീക്ഷണം എന്ന നിലയിലാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ആ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സർജറി തന്നെയാണ് പരിഹാരമെന്ന്. അതോടെ അമ്മയ്ക്ക് മതിയായി. ഇനിയിപ്പോൾ സർജറി എങ്കിൽ സർജറി ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ പാര മീൻകറിയും കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇതേ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാര മീൻകറി, കപ്പ. ഇനിയിപ്പോൾ മീനൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് വീട്ടിൽ പോവും. ഏട്ടനിവിടെ രാവിലെ ഞാൻ പുട്ടും പയറും പപ്പടം വേറെ സ്കൂളിൽ വിടാൻ പോയപ്പോൾ കൊണ്ടുപോയായിരുന്നേ. അത് കഴിച്ചിട്ട് ഇനി ഒരു കുറ്റി പുട്ടുകൂടെ ഇരിക്കുന്നു. ബീഫ് എന്തെങ്കിലും വാങ്ങി ഏട്ടൻ കഴിച്ചോളാം, മീൻകറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഈവനിങ് വേണമല്ലോ, അതുകൊണ്ട് മീൻകറി വെച്ച ശേഷം മീൻകറി എടുത്ത് നേരെ തിരുമല പോകാമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അമ്മയെ ഹോസ്പിറ്റലെല്ലാം കാണിച്ച ശേഷം നേരെ ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും ഇവിടുത്തെ ഏതാണ്ട് സാധനങ്ങളൊക്കെ കരിഞ്ഞു പോയേട്ടോ. അങ്ങനെ നേരെ ഇലക്ട്രീഷ്യൻ ചേട്ടനെ വിളിച്ചിട്ട് ഈ ചേട്ടന്മാരെയൊക്കെ കിട്ടാൻ കേട്ടോ പാട്. ഇലക്ട്രീഷ്യൻ ചേട്ടനായാലും പ്ലംബിംഗ് ചേട്ടനായാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കംപ്ലീറ്റ് പണി ചെയ്യാനാണെങ്കിൽ വരും കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ മെയിൻ്റനൻസ് പണിയൊക്കെ ആണെങ്കിൽ വരത്തില്ല. അപ്പോൾ വിളിച്ച് ഒരു ചേട്ടൻ വന്നു. ചേട്ടൻ വന്ന് ഫുൾ അഴിച്ച് പിറക്കി ചെയ്യുകയാണ്. ഓരോ സ്ഥലത്ത് തൊടുമ്പോഴും ഓരോ സ്ഥലമായിട്ട് അടിച്ചടിച്ച് പോവുകയാണ്. ഇന്ന് ആക്ച്വലി ഒരാൾ വന്നിങ്ങനെ കോളിംഗ് ബെല്ല് മാത്രമാണ് അടിച്ചത്. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ലിൽ നിന്ന് കരിഞ്ഞ് പുകയൊക്കെ വന്ന് മൊത്തത്തിൽ അടിച്ചു പോയിട്ടോ. ഇൻവെർട്ടറിൻ്റെ കണക്ഷനും എല്ലാം കൂടി കൊടുത്തിരുന്നു. അങ്ങനെ എല്ലാം കൂടി അടിച്ചു പോയി. ഫാനും ഇല്ല, കറണ്ടും ഇല്ല, ലൈറ്റും ഇല്ല, വെട്ടമില്ല, ഒന്നുമില്ലാണ്ട് കുറേ സമയം ഇരുന്ന് വീർത്ത് പണ്ടാരടങ്ങിയപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്ന് ഓരോന്നായിട്ട് അഴിച്ച് പറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ അമ്മയുടെ ഈ ഒരു കാലിൻ്റെ സർജറിയുടെ കാര്യം ഈ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ അത് നോക്കി പോകുമ്പോഴാണ് അവിടെയാണ് സർജറി എന്നൊരു ഓപ്ഷൻ പറയുന്നത്. ആയുർവേദമോ മറ്റേത് ട്രീറ്റ്മെൻറ്റ് പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം അവർ പറയും കേട്ടോ. അപ്പം സർജറി ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാണ് അമ്മ പല സ്ഥലങ്ങളിലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ ഡോക്ടറുടെ സർജറിയേ ഉള്ളൂ, വേറെ ഒരു പരിഹാരമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇനി സർജറി എങ്കിൽ സർജറി ചെയ്യാമെന്ന് കരുതി. കാരണം അമ്മ അത്രയ്ക്കും വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതാ അമ്മയോട് പറയും, കുറേ നാൾ മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് നടക്കാമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് കേട്ടോ. അതിൽ കൊണ്ടുവച്ച് ഇനി ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, പക്ഷേ എങ്കിലും അമ്മ അത്രയും വേദനയും അനുഭവിച്ചു. ഇനി സർജറിയുടെ വേദനയും എല്ലാം കൂടി ആകുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോൾ അമ്മ സർജറി ചെയ്തേക്കാം. ഒരുപാട് ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. നല്ലൊരു എമൗണ്ടൊക്കെ ആവും ചെയ്യുകയാണെങ്കിൽ. 2 കാൽമുട്ടും അമ്മയ്ക്ക് ചെയ്യണം. 2 കാൽമുട്ടും ഏകദേശം പരുവമായിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ എവിടെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും തൽക്കാലം ഒരു ആശ്വാസം കിട്ടും എന്നല്ലാതെ വേറെ ഒരു ഇതും ഇല്ല. അത് അമ്മയ്ക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും സർജറി ഇല്ലാണ്ട് അമ്മ കൊന്നാലും സർജറി ചെയ്യൂല എന്ന് പറഞ്ഞിരുന്ന അമ്മയാണ്. പക്ഷേ ഇപ്പം അത്രയും വയ്യാതായതുകൊണ്ടാണ് അമ്മ ചെയ്യാമെന്നുള്ളൊരിതിൽ പോകുന്നത്. പല കഥകളും സർജറി ഫ്ലോപ്പായ കഥകൾ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് അമ്മയ്ക്ക് ഏറ്റവും പേടി ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഫ്ലോപ്പായ കഥകൾ നോക്കാണ്ട് സക്സസ് ആയ എത്രയോ കഥകളുണ്ട്, ആ കഥകൾ നോക്കുമെന്നൊക്കെ പറഞ്ഞ് ചെയ്യാനൊരു അരസമ്മതത്തിൽ ഇരിക്കുക കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ചേട്ടൻ കോളിംഗ് ബെല്ല് വെക്കുന്നുണ്ട്. ലൈറ്റ് അടിച്ച് പോയി, ലൈറ്റ് മാറ്റി വെച്ചു. സ്വിച്ചുകൾ രണ്ടും വർക്കാവുന്നില്ല, സ്വിച്ചുകൾ മാറ്റി വെച്ചു. അങ്ങനെ മതിലിൽ ചെന്ന് തൊട്ടപ്പോൾ മതിലത് വർക്കാവുന്നില്ല. മൊത്തത്തിൽ അങ്ങ് പോയി കിടക്കാം കേട്ടോ. ചേട്ടൻ ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യാം. ചേട്ടൻ ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യും. ഓരോ സൈഡിൽ നിന്ന് വീണ്ടും ചീത്തയായിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ സ്വിച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ട് മതിലിൻ്റെ അവിടെ ചെന്നൊന്ന് സ്വിച്ച് ഇട്ട് നോക്കിയപ്പോൾ മീൻസ് കോളിംഗ് ബെല്ലിൻ്റെ മതിലിൽ സ്വിച്ച് ഉണ്ടാവുമല്ലോ, അതിൽ ചെന്ന് സ്വിച്ച് ഇട്ടപ്പോൾ അത് വർക്കാവുന്നില്ല. ആ ചേട്ടൻ എടുത്ത് കഴുകി പറക്കി എല്ലാം ഒക്കെ നോക്കി ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല. പിന്നെ സ്വിച്ച് വാങ്ങാൻ വീണ്ടും പോയിരിക്കുക കേട്ടോ.
പിന്നെ അതുപോലൊരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വേദയ്ക്ക് 2 ട്യൂഷനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് കമൻസ് ഉണ്ട്, എന്തിനാ കുട്ടിക്ക് ഇത്രയും സ്ട്രെസ്സ് കൊടുക്കുന്നത്, എന്തിനാ അത്രയും ട്യൂഷൻ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു ബേസ് നമ്മൾ ആക്ച്വലി കൊടുക്കുക. എനിക്ക് ആക്ച്വലി മാത്സും ഗ്രാമറും വളരെ ബുദ്ധിമുട്ടുള്ള 2 സബ്ജക്റ്റാണ്. ഇത് രണ്ടും എന്നെ കൊണ്ട് പറ്റില്ല. ഈ 2 സബ്ജക്റ്റിനുമാണ് ഞാൻ വേദയ്ക്ക് ട്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ട്യൂഷൻ കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നതും ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ആ സബ്ജക്റ്റിന് അതിൻ്റേതായ സ്ഥലത്ത് പോയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ വിട്ടത്. അതുകൊണ്ടാണ് 7th സ്റ്റാൻഡേർഡായി നമ്മൾ ഇപ്പം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്സ് ഒക്കെ ഭയങ്കര ടഫാണ്. എനിക്ക് അത്രയും ബുദ്ധിമുട്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ വേറെ തെറ്റ് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു ട്യൂഷൻ കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യം, എങ്ങനെയല്ല ആ കുട്ടി പഠിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് മാത്സിന് ട്യൂഷൻ കൊടുത്തത്. ഇത് നിങ്ങൾ പറഞ്ഞത് ഞാൻ നെഗറ്റീവായി എടുത്തിട്ട് പറഞ്ഞതല്ല, നിങ്ങൾക്ക് പറഞ്ഞതിന് ഞാനൊരു മറുപടി തന്നതാണ് എന്തിനു കൊടുത്തു. അതുപോലെ ഗ്രാമറും ഇതിനൊക്കെ ഒരു ബേസ് നമ്മൾ കൊടുക്കാണ്ട് ലാസ്റ്റ് ടൈം 10th അല്ലെങ്കിൽ 12th സമയത്ത് കൊണ്ടുവന്ന് പടി എന്ന് പറഞ്ഞ് അപ്പോഴും കൊണ്ടുവന്ന് നമ്മൾ തള്ളിക്കൊടുത്താൽ ഒന്നും നടക്കില്ല. പതിയെ അതെല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വേദയ്ക്ക് ഞാൻ വേറൊരു സബ്ജക്റ്റിനും ഇല്ല, മാത്സിനും ഗ്രാമറിനും. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമായി ബന്ധമുള്ള സംഭവമാണല്ലോ, അതിനും കൂടി ഇതിൻ്റെ കൂട്ടത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ട്യൂസ്ഡേയും വെനസ്ഡേയും ചിലപ്പോഴൊക്കെ ട്യൂഷൻ ഉണ്ടാവുള്ളൂ. സാറ്റർഡേ, സൺഡേ ഡാൻസ് ക്ലാസ്. ഇത്രയാണ് വേദയുടെ പരിപാടി. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ 1-2 കമൻറ്റ് കണ്ടു. എന്തെങ്കിലും കമൻറ്റ്സ് ഇടുമ്പോൾ ശ്രീകുട്ടി നെഗറ്റീവ് അല്ല പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇടാറുണ്ട്. അപ്പോൾ അതിന് താഴെ ചിലർ ചുക്കാൻ പിടിച്ചിട്ട് വരും. അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയാണ് ശ്രീകുട്ടിയുടെ അടുത്ത്. എനിക്ക് എൻ്റെ ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് കമൻറ്റ് ഇടുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് അല്ല ശ്രീകുട്ടി പറയുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് നെക്സ്റ്റ് ഡേ വീഡിയോയിൽ ഇട്ടേക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇട്ട ഡ്രസ്സ് അടുത്ത ദിവസം അവിടെ എന്തെല്ലാം അസുഖങ്ങൾ. അത് എനിക്ക് ഇപ്പോൾ കേട്ടപ്പോൾ ശരിയാണ്, അവിടെ എന്തെല്ലാം അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വന്നു പോകുന്നതാണ്. ഞാൻ പോകുന്ന സമയത്തായിരിക്കും ആ ഡ്രസ്സ് ഇടുന്നത്, പിന്നെ വന്ന് അഴിച്ചിടാതെ അത് ഇട്ട് തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങളത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തെറ്റായിട്ട് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. അല്ലാതെ കടന്ന് ചൊറിയുന്നവർക്കാണ് ഞാൻ തിരിച്ച് മറുപടി കൊടുക്കുന്നത്. അല്ലാതെ എന്നോട് മുൻകൂർ ജാമ്യം എടുത്ത് നെഗറ്റീവ് അല്ല ശ്രീകുട്ടി ഇന്നതാണ് കാര്യം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് തെറ്റാണെങ്കിൽ അത് തെറ്റ് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയുന്നത് നമ്മളങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ട് പറഞ്ഞു എന്ന്, അങ്ങനെയല്ല. എനിക്കത് തോന്നി. ഒരുപാട് പേര് നെഗറ്റീവ് അല്ല ശ്രീകുട്ടി പറയുന്നത് എന്ന് പറയും കമൻറ്റ് ഇടുമ്പോൾ. എനിക്കൊരുമാതിരി, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ഞാൻ എടുത്ത് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. എനിക്കത് പേഴ്സണലി നമുക്ക് മനസ്സിൽ തട്ടുന്ന ചില കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ ആ ഒരു കമൻറ്റ് എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഉറപ്പായിട്ടും നമ്മുടെ തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ച് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കായാലും അത് കൊള്ളും, നമ്മളത് തിരിച്ച് പ്രതികരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ആ കമൻറ്റിന് തിരിച്ച് എൻ്റെ ഇഷ്ടത്തിന് മറുപടി തരാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. ഈ നെഗറ്റീവ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അല്ലാതെ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഇന്ന് വൈകിട്ട് നമ്മൾ കാന്താര മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. 8:30-ക്കുള്ള ഷോയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയതാവട്ടെ എന്ന് കരുതി. കഴിഞ്ഞ കാന്താര ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ പോയി ആ സിനിമ ഒന്ന് കാണാൻ പറ്റാത്തതിൽ പിന്നീട് ആ സിനിമ കണ്ടപ്പോൾ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടത് കൊള്ളാം എന്നാണ് അഭിപ്രായമെങ്കിൽ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അഭിപ്രായം കാന്താര മൂവിക്കുള്ളതുകൊണ്ട് ഇന്നലെ അപ്പോൾ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇപ്പോൾ 8:30-ക്കാണ് ഷോ. ഇപ്പോൾ വേദ ട്യൂഷന് പോയിരിക്കുകയാണ്. ട്യൂഷന് പോയിട്ട് വന്നാലുടനെ നമ്മൾ ഡിന്നറും കഴിച്ചിട്ട് പോവും കേട്ടോ. 8:30-ക്ക് ഷോ എന്ന് പറയുമ്പോൾ പിന്നെ 10-11 മണിയാവും നമ്മൾ വീട്ടിലെത്താൻ. എന്തോ ഒരു കറുപ്പ് കിടക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ ഇത് ഈച്ചയാണോ എന്ന് കരുതിയിട്ട് നോക്കുകയാണ്. അപ്പോൾ വൈകിട്ടത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീൻകറിയുണ്ട്, ദോശയും കൂടെ ചുട്ട് കഴിച്ചിട്ട് സിനിമയ്ക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ വേദന ഇപ്പോൾ വിളിച്ചിട്ട് വരട്ടെ. അപ്പോൾ മാവ് അരക്കലൊന്നും ഇല്ല കേട്ടോ, അരച്ച കാലം മറന്നു. ഇപ്പോഴും ഇപ്പോൾ വായ്പാണ്. അപ്പോൾ ഇന്നിപ്പോൾ ദോശമാവ് വാങ്ങിച്ചതിനെ ഞാൻ വേറൊരു ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുതിയ ലൈറ്റിൻ്റെ വെട്ടം ഒന്ന് ചെക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈസ്. ശരിക്കും പറഞ്ഞാൽ മൈക്കൊക്കെ വെച്ച് ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് കാര്യമൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാണ്, മൈക്ക് ഓണല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ലൈറ്റല്ല, ഇവിടെ ഇത്രയും ലൈറ്റ് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ പവർ കൂട്ടിയപ്പോൾ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോളിംഗ് ബെല്ല് മറ്റേ കിക്കി കിക്കി കേട്ടോ, ടിങ് ടിങ് അടിക്കണ ബെല്ലാണ് ഇരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഇന്ന് പറ്റിയത് അതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ തിരിച്ച് വന്നില്ല. അപ്പോൾ അങ്ങനെ പ്രസ്സായി ഇരുന്നിരുന്നിരുന്ന് അതിൻ്റെ എന്തോ കത്തിപ്പോയിട്ടാണ് ഇത് ഫുൾ അടിച്ച് പോയത് കേട്ടോ. അപ്പോൾ കിക്കി കിക്കി ആകുമ്പോൾ അതങ്ങനെ പ്രസ്സായിരുന്നാലും കിക്കി കിക്കി ആയിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് കിക്കി കിക്കിയാണ് വെച്ചത്. ചുടാം. പാര മീൻകറി അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന സാധനത്തിനെയാണ് ഞാൻ വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നത്. ലേറ്റായിപ്പോയി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏട്ടൻ കഴിച്ചു. ദോശയും മീൻകറിയും. വേദ പോപ്കോൺ കഴിച്ചോളാം, ദോശയൊന്നും വേണ്ടാന്ന്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഈ ദോശക്കല്ലിൽ തടവുന്ന സാധനം എന്താണെന്ന്. ഇതൊന്നുമില്ല കേട്ടോ. ഇതുപോലൊരു തൂക്കുപാത്രം പോലത്തെ ഒരു പാത്രം, അതിനകത്തൊരു നല്ല തുണി കുത്തിക്കയറ്റി തുടച്ച് അതിങ്ങനെ ആയതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. തുണിയെ ഞാൻ ഇങ്ങനെ വച്ചിരിക്കും. അപ്പം നമുക്കിങ്ങനെ കയ്യിലൊന്നും ആവാണ്ട് ഇതെങ്ങനെ തുടച്ചെടുക്കാം, അത്രയേ ഉള്ളൂ. എണ്ണ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കല്ലിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിച്ച ഉടനെ പോകും കേട്ടോ. 8:30 ഷോ. 7:30 ആകുമ്പോൾ പോകണം. നമുക്ക് വീഡിയോ നമ്മുടെ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു റിവ്യൂ പറഞ്ഞിട്ട് എൻഡ് ചെയ്യാം. അത് നാളെ രാവിലെ ഞാൻ റിവ്യൂ പറയാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് സിനിമ കഴിയുമ്പോൾ എത്ര 3 മണിക്കൂർ 2.5-3 മണിക്കൂർ എന്തോ സിനിമ ഉണ്ട് കേട്ടോ. 12 മണിയൊക്കെ ആവും പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് സിനിമ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാവേ. ദോശമാവ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 1/2 കിലോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ 1/2 കിലോയുടെ പാക്കറ്റ് ഉണ്ട്, അത് ചെറുതാണ്. ഇത് വലുതിരിക്കട്ടെ. നാളെ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണം. ഇന്നിപ്പോൾ വേദയ്ക്ക് വേണ്ടാന്ന് കള്ളിയുടെ ചോദിച്ചപ്പോൾ അവൾക്ക് പോപ്കോൺ മതി, അതുകൊണ്ട് ഇത് വേണ്ടാന്ന്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മൾ മൂവി കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 8:30 ഷോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാന്താര ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ OTT വഴിയാണ് കണ്ടത്. എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ അത്രയും കാര്യമാക്കിയില്ല. ഒരു കന്നഡ മൂവിയല്ലേ, അത്രയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ, ബാഹുബലിയൊക്കെ പോലെ തന്നെ എന്നൊക്കെ കരുതിയിട്ട് കാണാൻ പോയില്ല. പക്ഷെ അത് OTT വന്നപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിരുന്നു. പോയി കാണാത്തതിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വരുമ്പോൾ നല്ല റിസൾട്ടാണ്, നല്ല റിവ്യൂ ആണെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് മൂവി റിലീസായത്. നല്ല റിവ്യൂ കണ്ട ഉടനെ തന്നെ ഞാൻ ഫോൺ എടുത്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ടും വേദയ്ക്ക് ഒരു 6:30 വരെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഷോ നോക്കിയപ്പോൾ 8:30 ഷോ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടിയുള്ളൂ. അതെല്ലാ തിയേറ്ററിലൊന്നും ഇല്ല, ഏരീസ് പ്ലക്സിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെ പേയാട് നമ്മൾ സ്ഥിരം പോകുന്ന SP-യിലും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പിന്നെ കുറച്ചുകൂടി ഞാൻ സൗണ്ട് എഫക്റ്റും സ്ക്രീനും ഒക്കെ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള ഏരീസ് പ്ലക്സിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അവിടുത്തെ തിയേറ്റർ ഏരീസ് പ്ലസിൽ ഒരുപാട് സ്ക്രീൻ ഉണ്ട് കേട്ടോ. അതിൽ കുറച്ചേറെ സ്ക്രീനിൽ കയറി കണ്ടിട്ടുണ്ട്. ഇപ്പം പോകുന്ന സ്ക്രീനിൽ കയറി കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് തിയേറ്റർ, ഇതാണ് കേട്ടോ തിയേറ്റർ. അവിടെ ഇപ്പോൾ അത് മൂവി കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതിൻ്റെ ആ ഒരു തിരക്കും ഇപ്പോൾ ഈ മൂവിക്ക് വന്നതിൻ്റെ തിരക്കുമുണ്ട്. വേറെയും കുറേ മൂവീസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നവരും സിനിമ കണ്ടിട്ട് ഷോ കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു ചെറിയ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ബ്ലോക്കിലൊക്കെ കിടന്ന് അങ്ങനെ നിന്നപ്പോഴേക്കും വണ്ടിയെല്ലാം കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. പാർക്ക് ചെയ്തിട്ട് നേരെ തിയേറ്ററിനകത്തേക്ക് കയറി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരുപാട് സ്ക്രീനുകളുണ്ട്, ഒരുപാട് മൂവീസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാന്താരയ്ക്ക് തന്നെ വന്നതാണോ എന്നറിയില്ല. എന്ത് തന്നെ ആയാലും നല്ല തിരക്കുണ്ട്. ഷോ കഴിഞ്ഞ് പോയതിൻ്റെ തിരക്കുമുണ്ട്, വരുന്നതിൻ്റെ തിരക്കും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഏതൊക്കെ മൂവീസിൻ്റെ ആണെന്നറിയില്ല. 8:30 ഷോ കേട്ടോ. നാളെ സാറ്റർഡേ കൂടെയാണ്. അപ്പോൾ പിന്നെ വേദയ്ക്ക് സ്കൂളിൽ പോകണം എന്നുള്ളൊരു ടെൻഷനും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തത്. നെക്സ്റ്റ് ഡേ തന്നെ കാണണമെന്നൊരു ചെറിയ ആഗ്രഹം കേട്ടോ. പക്ഷെ ഭാഗ്യത്തിന് കിട്ടി. ഞാൻ ടിക്കറ്റ് ഉണ്ടാവില്ല എന്ന് കരുതിയാണ് നോക്കിയത്. എങ്കിലും ഏറ്റവും ബാക്ക്ലെസ് സീറ്റ് തന്നെ കിട്ടി. ഞാൻ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ റിവ്യൂ, ഫസ്റ്റല്ല ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ റിവ്യൂ നോക്കിയപ്പോൾ നല്ലതാണെന്ന് കണ്ടിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എടുക്കുന്നത്. പക്ഷേ 6:30 കഴിഞ്ഞിട്ടേ പോകാനും പറ്റത്തുള്ളൂ. സ്കൂളുണ്ട്, ട്യൂഷനുണ്ട്, അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ. അതുപോലെ 6:30 വരെയുള്ള എല്ലാ ഷോകളിലും ടിക്കറ്റ് ഫുള്ളും ആയിരുന്നു കേട്ടോ. ഈ 8:30 ഷോ മീൻസ് ഈ 6-6:30 മണിക്ക് 7 മണിക്കൊക്കെ ശേഷമുള്ള ഷോ ഈ ഏരീസ് പ്ലക്സ്, SP, പേയാട് അങ്ങനെയൊക്കെയുള്ള തിയേറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പിന്നെ ഏരീസ് പ്ലക്സ് തന്നെ എടുക്കാമെന്ന് കരുതി. എനിക്ക് PVRൽ പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നീടൊക്കെ ആയിരുന്നു കിട്ടിയാണ്. പക്ഷേ എന്താ എനിക്ക് നമ്മൾ പിന്നെ ഈ യൂട്യൂബ് ഷോർട്സിലും റീൽസിലും ഒക്കെ അതിൻ്റെ കട്ട്സും ഭാഗങ്ങളും ഒക്കെ കാണുമ്പോൾ പിന്നെ ആ ഒരു സിനിമ കാണാനുള്ള ത്രില്ല് പോകും കേട്ടോ. നാളെ മുതൽ ഇനി കാന്താരയുടെ പല പല കട്ട്സ് ആയിരിക്കും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നേ ഞാൻ കുറേയൊക്കെ കണ്ടു, ഞാൻ എല്ലാം അടിച്ച് കളഞ്ഞു. കാരണം നമ്മൾ ഇത് കണ്ടിട്ട് പോകുമ്പോൾ ആ ഒരു സസ്പെൻസ് പോകും. അതുകൊണ്ട് പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ കണ്ടേക്കാം, ഉള്ളതാവട്ടെ എന്ന് കരുതിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്.
വന്ന പാടെ തന്നെ നേരെ പോപ്കോൺ എല്ലാം വാങ്ങിക്കുകയാണ്. അതിനാണല്ലോ വേദ മെയിനായിട്ട് വരുന്നത്. വേദ വരുന്നത് മൂവിക്കല്ല, പോപ്കോൺ വാങ്ങാനായിട്ടാണ്. മസാല പോപ്കോൺ ആണ് അവളുടെ ഫേവറേറ്റ്, അത് തന്നെ വാങ്ങി. അപ്പോൾ ഇവിടെ ക്ലീനിങ് നടക്കുകയാണ്. 8:15 ആയപ്പോൾ എത്തിയിട്ട് ഞങ്ങൾ 7:30 ഇറങ്ങിയതാണ്. റോഡെല്ലാം ഫുൾ ബ്ലോക്ക്. 7:30 അല്ല, 7:45 ആയപ്പോൾ ഇറങ്ങി. 8:15 ആയപ്പോൾ അത് ഇവിടെ എത്തിയപ്പോൾ അവിടെ ഏതോ സിനിമ കഴിഞ്ഞിട്ട്, കാന്താര തന്നെ ആവും കഴിഞ്ഞിട്ട് ക്ലീനിങ് പ്രോസസ്സ് നടക്കുകയാണ്. ആ സമയം നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് നിന്നപ്പോഴേക്കും അകത്തേക്ക് കയറ്റി വിട്ടു. തിയേറ്റർ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. ഏരീസ് പ്ലക്സിൽ ഞാൻ പലവട്ടം വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സ്ക്രീനിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. മറ്റുള്ള സ്ക്രീനുകളെല്ലാം തന്നെ നല്ല കംഫർട്ടബിളാണ്, ഇരിക്കാനൊക്കെ നല്ല സുഖം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും. സ്ക്രീനും എനിക്കിഷ്ടമായില്ല. നമ്മൾ ഇരിക്കുന്ന ആ ഒരു സീറ്റിങ്ങും സ്ക്രീനിങ് ഇങ്ങനെ താഴെയാണ് ഇരുന്നത് കേട്ടോ. അതൊരു താഴെ മീൻസ് എനിക്ക് ഒരുപാട് കുഴി പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു. സീറ്റൊക്കെ ഒന്ന് ചാരി ഇരിക്കാനൊക്കെ നമ്മുടെ ആരോഗ്യം ഫുൾ കൊടുത്താലേ ആ സീറ്റിലൊന്ന് ചാരി ഇരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. ലെഗ് സ്പേസ് നല്ല കാര്യമായിട്ടുണ്ടായിരുന്നു, അത്ര തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും ഞാനിനി സിനിമയെ പറ്റി ഒന്ന് പറയാം. സിനിമ എന്ന് പറഞ്ഞാൽ കിടിലം സിനിമ, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ ചെറിയ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കിഞ്ചടിച്ചൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വരും. ചെറിയ കോമഡി, കൂറ കോമഡികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എവിടെയൊക്കെയോ ഒരു ബാഹുബലി വന്നു പോയതുപോലെ ഉണ്ട്. പക്ഷേ അയ്യോ, ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് അത് എടുത്ത് തന്നെ, അതിൻ്റെ പെർഫോമൻസ് എന്നല്ല പറയേണ്ടത്. അദ്ദേഹം അതിൽ മരിച്ച് ജീവിച്ചിരിക്കുക കേട്ടോ, അഭിനയിച്ചിരിക്കുകയല്ല. ആ ഒരു ദൈവത്തിൻ്റെ ഒരു ഇത് അദ്ദേഹത്തിൽ ഉള്ളതുപോലൊരു ഫീൽ കേട്ടോ. എന്ത് പടം, എന്ത് പെർഫോമൻസ് അങ്ങേരെ പെർഫോം ചെയ്തത്. പക്ഷേ തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. എവിടെയൊക്കെയോ ഒരു ബാഹുബലിയും ചെറിയ ചളി കോമഡികളൊക്കെ ഉള്ളത് മറിച്ച് അപേക്ഷിച്ചാൽ അടിപൊളി സിനിമ. അടിപൊളി സിനിമ എന്നല്ല, ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ്, ആ ദൈവം അങ്ങേരുടെ ദേഹത്ത് കയറുമ്പോൾ ഉള്ള ഒരു പെർഫോമൻസ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. നിങ്ങൾ കാന്താര കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അങ്ങേരുടെ ഒരു അഭിനയം ആ തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് ആ കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. അതിന് അഭിനയം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരങ്ങ് ജീവിച്ചിരിക്കുകയാണ്. ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങേരിൽ കയറിയ ഒരു ഫീൽ കേട്ടോ. അത്രമാത്രം അടിപൊളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇതിലുണ്ടായിരുന്ന അതേ ഒരു ഫീൽ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.